ഹലോ സുഹൃത്തുക്കളെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ആദ്യമായിട്ട് ബാങ്ക് നിഫ്റ്റിയുടെ ലെവൽസ് പറയാം. അതിനുശേഷം ഞാൻ സ്റ്റോക്കിൻ്റെ പേര് പറയാം. ഓക്കെ, ആദ്യമായിട്ട് നിഫ്റ്റിയുടെ ലെവൽസ്. നിഫ്റ്റി ഇപ്പോൾ സ്റ്റിൽ ബുള്ളിഷ് മോഡിലാണ് നിൽക്കുന്നത്. 21,752 വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തേക്കുന്നത്. നിങ്ങൾ ഒരു പ്രാവശ്യം ഞാൻ പറഞ്ഞ ലെവൽസ് ശ്രദ്ധിക്കണം. 21,600 ഒരു സപ്പോർട്ടാണ്, മേജർ സപ്പോർട്ട്. അപ്പോൾ 21,600 മുകളിൽ നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നിഫ്റ്റി ബുള്ളിഷ്നെസ് ആകുന്നു തന്നെ ഉറപ്പിക്കാം. അതല്ല 21,600 താഴോട്ട് പോവുകയാണെങ്കിൽ നിഫ്റ്റിയിൽ ചെറിയ വീക്ക്നെസ് ഉണ്ടെന്ന് തന്നെ അനുമാനിക്കാം. അത്ര സിമ്പിളായിട്ടാണ് നിഫ്റ്റിയുടെ ലെവൽസ് പറയുന്നത്. ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ഇപ്പോഴും സെല്ലിംഗ് പൊസിഷൻ ഓൾറെഡി കൂടുതലുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. എന്നിരുന്നാലും ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ബൈയിങ് കാരണം സസ്റ്റെയിൻ ചെയ്യാനായിട്ട് നിഫ്റ്റിക്ക് സാധിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ലെവൽസ് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. 21,600 മേജർ സപ്പോർട്ടാണ്. ഇതിൽ 21,350 വരെ വരാനുള്ള പോസിബിലിറ്റി കാണുന്നുണ്ട്. അതായത് 250 പോയിന്റ് ഡൗൺ ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ 21,600 ബ്രേക്ക് ഡൗൺ ചെയ്യുകയാണെങ്കിൽ 21,350 വരെ വരാം. ഓക്കെ, ഇനി മുകളിലേക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ ഓൾ ടൈം ഹൈ എത്ര നിങ്ങൾക്ക് അറിയാലോ, 22,125 ആ 22,125 ബ്രേക്ക് ഔട്ട് ചെയ്ത് മുകളിലേക്ക് പോവുകയാണെങ്കിൽ. പക്ഷേ ഈ ആഴ്ച തന്നെ 22,125 ബ്രേക്ക് ഔട്ട് ചെയ്ത് പോകുന്നുള്ളത് എനിക്കത്ര അത് പോരാ. എനിക്ക് ചെറിയൊരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ആണ് ഫീൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ കൺസോൾട്ടേഷൻ അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്. ഓവർ ബുള്ളിഷ്നെസ് എനിക്ക് തോന്നുന്നില്ല. കാരണം ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഷോർട്ട് പൊസിഷൻ തന്നെയാണ് എനിക്ക് മുകളിലേക്ക് പോകാൻ സാധ്യതയില്ല എന്ന് പറയുന്നതിന് പ്രധാനപ്പെട്ട കാരണം. ഓക്കെ, ഇനി ബാങ്ക് നിഫ്റ്റിയുടെ ലെവൽസ് പറയുകയാണെങ്കിൽ 46,000 മുകളിൽ ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്യുകയാണെങ്കിൽ 46,000 മുകളിൽ കടന്നാൽ ബാങ്ക് നിഫ്റ്റി ബുള്ളിഷ്നെസ് ആയി, സൂപ്പർ ബുള്ളിഷ്നെസ് ആയി നമുക്ക് അനുമാനിക്കാം. ഇനി അതല്ല 44,500 മേജർ സപ്പോർട്ടാണ്. 44,500 ബ്രേക്ക് ഡൗൺ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനും കൂടുതൽ ബാങ്ക് നിഫ്റ്റി താഴോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. ഞാൻ പറഞ്ഞ് പേടിപ്പിക്കുന്നതല്ല, നിങ്ങൾ അത് പേടിക്കേണ്ട ആവശ്യമില്ല. ലെവൽസ് മാത്രമാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ബാങ്ക് നിഫ്റ്റി ഇപ്പോൾ കറണ്ട് മാർക്കറ്റ് നിൽക്കുന്നത് 45,634 അപ്പോൾ 46,000 ക്രോസ് ചെയ്ത് പോവുകയാണെങ്കിൽ ബുള്ളിഷ്നെസ് ആയി ബാങ്ക് നിഫ്റ്റി. ഇനിയതല്ല 44,500 എന്നെ ബ്രേക്ക് ഡൗൺ ചെയ്ത് താഴോട്ട് പോവുകയാണെങ്കിൽ ബെയറിഷ്നെസ് ആയി എന്നാണ് ബാങ്ക് നിഫ്റ്റിയുടെ ലെവൽസ്. ഓക്കെ, ഇനി ഞാൻ പിക്ക് ചെയ്യാൻ പോകുന്ന സ്റ്റോക്ക് ഏത് സെഗ്മെൻറ്റിലെ സ്റ്റോക്കാണെന്ന് ഞാൻ ആദ്യമേ തന്നെ പറയാം. റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട സ്റ്റോക്കാണ് ഞാൻ പറയാൻ പോകുന്നത്. റിയാലിറ്റി ഇൻഡെക്സിൻ്റെ ചാർട്ട് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നോക്കിയാൽ കണ്ടറിയാം സൂപ്പർ ബുള്ളിഷ്നെസ് ആയിട്ടാണ് പോകുന്നത്. റിയാലിറ്റി ഇൻഡെക്സിൻ്റെ ചാർട്ട് നമ്മൾ നിഫ്റ്റി 50യുടെ ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ടൊക്കെ നോക്കുന്നത് പോലെ റിയാലിറ്റിക്ക് ഒരു ഇൻഡെക്സ് ഉണ്ട്. റിയാലിറ്റി ഇൻഡെക്സിൻ്റെ മൂവ്മെൻറ്റ് സൂപ്പർ ബുള്ളിഷ്നെസ് ആയിട്ടാണ് ഇൻഡെക്സ് വർക്ക് ചെയ്യുന്നത്, ഏത് റിയാലിറ്റിയുടെ ഇൻഡെക്സ്. ഓക്കെ, അപ്പോൾ ഇന്ന് പിക്ക് ചെയ്യാൻ പോകുന്ന സ്റ്റോക്ക് ഒരു റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട ഗണത്തിൽപ്പെടുന്ന സ്റ്റോക്കാണ് പിക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഞാൻ സ്റ്റോക്കിൻ്റെ ഡീറ്റെയിൽസ് പറയാം. ഞാൻ പറയാൻ പോകുന്ന കമ്പനി ഒരു സ്മോൾ ക്യാപ്പ് കാറ്റഗറിയിൽപ്പെട്ട സ്റ്റോക്കാണ്. 4,007 കോടി രൂപ മാത്രമാണ് ഈ കമ്പനിയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ. 4,007 കോടി രൂപ മാത്രം. ഞാൻ നേരത്തെ പറഞ്ഞു റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട കമ്പനിയാണ്. മൊത്തം ഈ റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട കമ്പനികൾ 165 കമ്പനികൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും NSEയിലും BSEയിലും കൂടിയിട്ട് 165 കമ്പനികൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് എനിക്കറിയാം. ഒന്നാം സ്ഥാനം നിൽക്കുന്ന കമ്പനി DLF എന്ന് പറഞ്ഞ കമ്പനിയാണ്. പക്ഷേ അതിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ വളരെ അധികമുണ്ട്. 2,05,661 കോടി രൂപയാണ് DLF എന്ന കമ്പനിയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ. അതായത് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ്റെ അടിസ്ഥാനത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന കമ്പനിയാണ് DLF. നമ്പർ 1 എന്ന് ഉദ്ദേശിക്കുന്നത്, ഞാൻ വീണ്ടും പറയാണ്, മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ്റെ അടിസ്ഥാനത്തിൽ ഒന്നാം സ്ഥാനം നിൽക്കുന്നത് DLF ആണ്. ഓക്കെ, ഞാൻ പറയാൻ പോകുന്ന സ്റ്റോക്ക് DLF അല്ല, ഞാൻ ആ ഗണത്തിൽപ്പെടുന്ന മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ്റെ അടിസ്ഥാനത്തിലുള്ള നമ്പർ 1 കമ്പനി സൂചിപ്പിച്ചു എന്ന് മാത്രം. ഓക്കെ, നമ്മൾ പറയാൻ പോകുന്ന കമ്പനി ഞാൻ നേരത്തെ പറഞ്ഞു 165 കമ്പനികളുണ്ട് ഈ റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട കമ്പനികൾ. ആ 165 കമ്പനികളിൽ നിന്നും 28ാം സ്ഥാനത്ത്, അതായത് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ്റെ അടിസ്ഥാനത്തിൽ വരുന്ന 28ാം സ്ഥാനത്താണ് നമ്മൾ പറയാൻ പോകുന്ന കമ്പനി നിൽക്കുന്നത്. ഈ സെക്ടറിൻ്റെ ആവറേജ് PE റേഷ്യോ 87.67 PE റേഷ്യോ സെക്ടറിൻ്റെ 87.67 സെക്ടറിൻ്റെ PE റേഷ്യോ. നമ്മൾ പിക്ക് ചെയ്യുന്ന കമ്പനിയുടെ PE റേഷ്യോ വെറും 19.50 മാത്രമാണ്. അതായത് സെക്ടറിൻ്റെ PE റേഷ്യോനേക്കാളും 4-1 പോലും ഇല്ല നമ്മൾ പിക്ക് ചെയ്യാൻ പോകുന്ന സ്റ്റോക്ക്. അതായത് അത് വലിയൊരു പ്ലസ് പോയിന്റ് ആയിട്ട് നമ്മൾ കാണുകയാണ്.
പിന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു പ്രത്യേകത, ഈ സെക്ടറിന്റെ ആവറേജ് ഡിവിഡൻഡ് 0.72% ആണ്. 1% പോലും സെക്ടറിന്റെ ആവറേജ് ഡിവിഡൻഡ് കൊടുക്കുന്നില്ല. ആ സ്ഥാനത്ത് നമ്മൾ പിക്കാൻ പോകുന്ന കമ്പനി 5.85% ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട്. 5.85% ഡിവിഡൻഡ് ഈ കമ്പനി കൊടുക്കുന്നുണ്ട്. അത് നമ്മളെ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് വളരെ സന്തോഷകരം നൽകുന്ന വാർത്ത തന്നെയാണ്. പിന്നെ ഈ കമ്പനിയിൽ നോ റെഡ് ഫ്ലാഗ് എന്ന് പ്രത്യേകമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. വേറെ അപകടകരമായ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല, നോ റെഡ് ഫ്ലാഗ് എന്ന് കമ്പനി അവകാശപ്പെടുന്നുണ്ട്. ഓക്കെ. പിന്നെ ഈ കമ്പനിയുടെ ഫിനാൻഷ്യൽ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ 2020 310 കോടി രൂപയായിരുന്നു ഇതിൻ്റെ റവന്യൂ. 2021 319 കോടി രൂപയായിട്ട് റവന്യൂ വർദ്ധിച്ചു. 2022 386 കോടി രൂപയായിട്ട് റവന്യൂ വർദ്ധിച്ചു. ലാസ്റ്റ് 2023 575 കോടി രൂപയായിട്ട് റവന്യൂ വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ 4 വർഷങ്ങളായിട്ട് കമ്പനിയുടെ റവന്യൂ ഗ്രാജുവലി ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാം. ഞാൻ അതിൻ്റെ പ്രോഫിറ്റ് നോക്കുകയാണെങ്കിൽ 2020 109 കോടി രൂപയായിരുന്നു അതിൻ്റെ പ്രോഫിറ്റ് വന്നേക്കുന്നത്. 2021 127 കോടി രൂപയായി. 2022 ചെറിയൊരു പ്രോഫിറ്റ് കുറഞ്ഞിട്ടുണ്ട്. ലോസ് ഒന്നുമല്ല, ചെറിയ പ്രോഫിറ്റ് കുറഞ്ഞ് 110 കോടി രൂപയായി മാറിയിട്ടുണ്ട്. പക്ഷെ അതിനുശേഷം 2023 ഗംഭീര തിരിച്ചുവരവ് നടത്തിയിട്ടുണ്ട്. 157 കോടി രൂപ കമ്പനി പ്രോഫിറ്റ് കരസ്ഥമാക്കിയിട്ടുണ്ട്. അതായത് 2020 109 കോടി രൂപ പ്രോഫിറ്റ് ഉണ്ടായ സ്ഥാനത്ത് 2023 4 വർഷം തിരിഞ്ഞു നോക്കുമ്പോൾ 157 കോടി രൂപ. ഈ കമ്പനിയിൽ പ്ലഡ്ജഡ് പ്രൊമോട്ടർ ഹോൾഡിംഗ്, അതായത് പ്രൊമോട്ടർമാർ ലോ പ്ലഡ്ജഡ് കാര്യമായിട്ട് സ്റ്റോക്കുകൾ പ്ലഡ്ജ് ചെയ്തിട്ടില്ല, അതായത് പണയം വെച്ചിട്ടില്ല എന്ന് തന്നെ അവർ കൃത്യമായിട്ട് ഡാറ്റ സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ പ്രൊമോട്ടർ ഹോൾഡിംഗ് പറയുകയാണെങ്കിൽ 70.34% പ്രൊമോട്ടർ ഹോൾഡിംഗ് ചെയ്യുന്നുണ്ട്. അതായത് ആ കമ്പനിയിൽ അവർക്ക് തന്നെ നല്ല വിശ്വാസമുണ്ട് മാനേജ്മെൻറ്റിന്. അതിനാൽ തന്നെ 70% മുകളിൽ അവർ ഹോൾഡിംഗ് ചെയ്യുന്നുണ്ട്. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ബാക്കി 14.38% ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇതിൽ ഹോൾഡ് ചെയ്യുന്നുണ്ട്. വലിയൊരു പ്രത്യേകമായി ശ്രദ്ധിച്ചൊരു കാര്യം, മ്യൂച്വൽ ഫണ്ട്സ്, ഇന്ത്യയിലുള്ള മ്യൂച്വൽ ഫണ്ട്സ് ഈ കമ്പനിയിൽ 1% പോലും ഹോൾഡിങ്സ് ഇല്ല. പക്ഷേ നമുക്ക് വിഷമിക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മുടെ മ്യൂച്വൽ ഫണ്ട്സിനേക്കാളും നല്ല രീതിയിൽ നോക്കിയിട്ടാണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവർ ബൈ എടുക്കുന്നത്. അവർ 15% അടുത്ത ഒരു ഹോൾഡിങ്സ് വെക്കുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു പ്ലസ് പോയിന്റ് ആണ്. പിന്നെ ഒരു 70% മാനേജ്മെന്റ് തന്നെ പ്രൊമോട്ടർ തന്നെ ഹോൾഡ് ചെയ്ത് വെച്ചത്. പിന്നെ 15% എടുത്ത 85% ആയല്ലോ. പിന്നെ ബാക്കി 15% സാധാരണ നമ്മളെ പോലുള്ള റീറ്റെയിലേഴ്സിന്റെ കയ്യിലാണ് സ്റ്റോക്ക് ഹോൾഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്ക് വളരെയധികം സന്തോഷകരമായ വീണ്ടും ഒരു കാര്യം, ഡിവിഡൻഡിൻ്റെ കാര്യം പറയാം. ഡിവിഡൻഡ് നമ്മൾ ഡാറ്റ പരിശോധിച്ചപ്പോൾ 2014 മുതലുള്ള ഡാറ്റ നമുക്ക് കിട്ടി. 2014 മുതൽ 2020 വരെ ഒരു 75 പൈസയാണ് അവർ ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കുന്നത്. ആനുവൽ ഡിവിഡൻഡ് 75 പൈസ. അത് ചെറിയൊരു പൈസയാണ്. അതായത് പക്ഷെ എന്നാലും കൺസിസ്റ്റൻ്റ് ആയിട്ട് ആ ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട് കമ്പനി. ആ കൺസിസ്റ്റൻ്റ് ആയിട്ട് കമ്പനി ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ടെന്ന് പറയുന്നത് തന്നെ ലാഭം കിട്ടിയിട്ടാണല്ലോ ലാഭവിഹിതം കൊടുക്കുന്നത്. അപ്പോൾ ചെറിയ തുകയാണെങ്കിൽ ലാഭം കൊടുക്കുന്നുണ്ട്. അത് നല്ല കമ്പനിയുടെ നല്ലൊരു പ്ലസ് പോയിന്റ് ആയിട്ട് നമുക്ക് എടുക്കാം. 2020 വരെ 75 പൈസ വെച്ചാണ് കൊടുക്കുന്നത്. അതിനുശേഷം കളി മാറി 2021 8 രൂപ ഡിവിഡൻഡ് കൊടുത്തു. അതായത് 75 പൈസ ഡിവിഡൻഡ് കൊടുക്കുന്നു. 6 വർഷം അടുപ്പിച്ച് 75 പൈസ വെച്ചിട്ട് ഡിവിഡൻഡ് കൊടുത്തിരുന്ന കമ്പനി 2021 ആയപ്പോൾ അവർ 8 രൂപ ഒറ്റയടിക്ക് ഡിവിഡൻഡ് കൊടുത്ത് ഞെട്ടിച്ചു, നമ്മളെപ്പോലുള്ള ഇൻവെസ്റ്റേഴ്സിനെ ഞെട്ടിച്ചു. തുടർന്ന് 2022 ഫെബ്രുവരി 17 15 രൂപ ഡിവിഡൻഡ് കൊടുത്തു. ആ 2022 തന്നെ സെപ്റ്റംബർ 7 11 രൂപ എക്സ്ട്രാ വീണ്ടും ഡിവിഡൻഡ് കൊടുത്തു. അങ്ങനെ ഓവറോൾ 2022 26 രൂപ ഡിവിഡൻഡ് കമ്പനി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് 5.55% ഡിവിഡൻഡ് കൊടുത്ത പോലെയായി. ആനുവൽ ഡിവിഡൻഡ് 5.85%. ഇനി 2023 സെയിം, 2022 നടത്തിയ സെയിം പ്രോസസ്സിങ് തന്നെ 2023 നടത്തി. 2023 ഫെബ്രുവരി 17 15 രൂപ ഡിവിഡൻഡ് കൊടുത്തു. 2023 സെപ്റ്റംബർ 4 വീണ്ടും ഒരു 11 രൂപ കൂടി ഡിവിഡൻഡ് കൊടുത്തുകൊണ്ട് ടോട്ടൽ 2023 26 രൂപ ഡിവിഡൻഡ് കൊടുത്തു. അതായത് 2022 2023 കമ്പനി 26 രൂപ വെച്ചിട്ട് ഡിവിഡൻഡ് കൊടുത്തിട്ടുണ്ട്. അതായത് കഴിഞ്ഞ 2 വർഷമായിട്ട് 26 രൂപ ഡിവിഡൻഡ് കൊടുത്തിട്ടുണ്ട്. ഈ 26 രൂപ ഡിവിഡൻഡ് എന്ന് പറയുമ്പോൾ 5.85% ഡിവിഡൻഡ് കൊടുത്തു എന്നർത്ഥം. ഓക്കെ. അപ്പോൾ നമ്മൾ സാധാരണ ഇൻവെസ്റ്റേഴ്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കൊല്ലം കൊണ്ട് 5850 രൂപ ഡിവിഡൻഡായിട്ട് മാത്രം കിട്ടും. അതായത് 5.55% ഡിവിഡൻഡ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 5850 രൂപ ഡിവിഡൻഡ് മാത്രമായിട്ട് കിട്ടും. നമുക്കറിയാം നമ്മുടെ അടുത്തുള്ള ബാങ്കുകളിൽ നിങ്ങൾക്കറിയാം ഒരു 6.5 അല്ലെങ്കിൽ 7% ഒക്കെയാണ് നാഷണലൈസ്ഡ് ബാങ്കുകളിൽ ഒരു വർഷത്തെ FD ഇട്ട് കഴിഞ്ഞാൽ കൊടുക്കുന്ന ഇൻട്രസ്റ്റ്. ആ സ്ഥാനത്ത് ഈ കമ്പനി
5.85%, 6% അടുത്ത് ഡിവിഡൻ്റ് ആയിട്ട് തരുന്നുണ്ട്. പിന്നെ നമ്മൾ സ്റ്റോക്ക് കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സ്റ്റോക്കിൻ്റെ വില കൂടുമ്പോൾ അതിൻ്റെ മൂല്യം കൂടുമ്പോൾ കിട്ടുന്ന പൈസ വേറെയും. അപ്പോൾ ഒരു 6% അടുത്ത് നമുക്ക് ഉറപ്പായിട്ട് ഡിവിഡൻ്റ് ആയിട്ട് തന്നെ കിട്ടുന്നു. ഈ കമ്പനിയിൽ വലിയൊരു പ്ലസ് പോയിൻ്റാണ് ഞാൻ സെലക്ട് ചെയ്യാനുള്ളൊരു കാര്യം. പിന്നെ ഇതിൻ്റെ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ ഹയർ ദാൻ ഇൻഡസ്ട്രി റവന്യൂ ഗ്രോത്ത് ഓവർ ലാസ്റ്റ് 5 year റവന്യൂ ഹാസ് ഗ്രോൺ അറ്റ് എ ഇയർലി റേറ്റ് ഓഫ് 14.42%, വിഎസ് ഇൻഡസ്ട്രി ആവറേജ് ഓഫ് 0.11%. അതായത് ഇൻഡസ്ട്രിയുടെ ആവറേജ് ഗ്രോത്ത് -0.11 ആ സ്ഥാനത്ത് ഈ കമ്പനി, നമ്മുടെ കമ്പനി 14.42% ഇൻഡസ്ട്രി ആവറേജ് ഗ്രോത്ത് കഴിഞ്ഞ 5 വർഷം കൊണ്ട് നേടിയിട്ടുണ്ട്. ഇനി ഹയർ ദാൻ ഇൻഡസ്ട്രി നെറ്റ് ഇൻകം, അതായത് കമ്പനി അവകാശപ്പെടുന്നത് -10.28 ഏത് ഇൻഡസ്ട്രി നെറ്റ് ഇൻകം ലാസ്റ്റ് 5 വർഷമായിട്ട്. പക്ഷെ -10.28 സമയത്ത് നമ്മുടെ കമ്പനി 23.18% നെറ്റ് ഇൻകം കരസ്ഥമാക്കിയിട്ടുണ്ട്. ഓക്കെ. പിന്നെ ഇൻക്രീസിങ് മാർക്കറ്റ് ഷെയർ, അതായത് കഴിഞ്ഞ 5 വർഷം കൊണ്ട് 0.41% ഉണ്ടായിരുന്നത് മാർക്കറ്റ് ഷെയർ ഇപ്പോൾ 0.77% ആയിട്ട്, ഓൾമോസ്റ്റ് ഡബിൾ മടങ്ങായിട്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. മാർക്കറ്റ് ഷെയർ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്. വളരെ ക്ലിയർ ആണ്, നമുക്ക് കണ്ടാൽ തന്നെ അറിയാം. വളരെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെയാണ് അവരുടെ പെർഫോമൻസ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഇതിനൊക്കെ പോട്ടെ, ഇതിനെല്ലാം പുറമെ നമുക്ക് നോക്കാനുള്ളത് ഇതിൻ്റെ കമ്പനിയുടെ CAGR ആണ്. നമുക്കറിയാം ഒരു കമ്പനിയുടെ CAGR എന്ന് പറയുന്നത് മിനിമം ഒരു 13. ഇനി അതല്ല, നല്ല കമ്പനികളുടെ CAGR നോക്കുകയാണെങ്കിൽ 15% മുകളിലാണെങ്കിൽ ആ കമ്പനി സൂപ്പർ കമ്പനിയാണ്, നമുക്ക് കണ്ണും പൂട്ടി വാങ്ങിക്കാം. അതാണ് CAGR കൊണ്ട് നമ്മൾ ആ ഒരു എന്താ പറയുക ഒരു പാരാമീറ്റർ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിന് മുകളിൽ CAGR ഗ്രോത്ത് ഉള്ള കമ്പനി സൂപ്പർ കമ്പനിയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കമ്പനിയുടെ CAGR എത്ര നിങ്ങൾക്ക് നോക്കണ്ടേ? 27.36%, ഓൾമോസ്റ്റ് ഡബിള് CAGR. അപ്പം സൂപ്പർ കമ്പനി നിങ്ങൾക്ക് ഉറപ്പായില്ലേ? എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഞാൻ ഈ കമ്പനിയിൽ വളരെയധികം കോൺഫിഡൻസ് ആണ്. ഞാനും ഈ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യും. നമുക്ക് നമ്മുടെ കയ്യിലുള്ള എമൗണ്ടിൻ്റെ കൃത്യമായിട്ട് 10% അലോക്കേഷൻ ഈ കമ്പനിയിൽ ഞാൻ നടത്തുന്നു. പേഴ്സണലായിട്ട് ഈ കമ്പനിയിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. ഇനി ഈ കമ്പനിയുടെ പേര് പറയാം, നിർലോൺ ലിമിറ്റഡ്. അതാണ് ഈ കമ്പനിയുടെ പേര്, നിർലോൺ ലിമിറ്റഡ്. ഞാൻ പറ്റുകയാണെങ്കിൽ അടിയിലെ മോളിങ്ങനെ എഴുതി കാണിക്കാം. നിർലോൺ ലിമിറ്റഡ് ഇപ്പോൾ കറണ്ട് മാർക്കറ്റ് പ്രൈസ് 439 രൂപ 95 പൈസയിലാണ്. അപ്പോൾ ഈ കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ 440 ഇതിൽ ബൈ എടുക്കാം. ടാർഗറ്റ് 600 വയ്ക്കേണ്ടതാണ്, സ്റ്റോപ്പ് ലോസ് 390 വയ്ക്കേണ്ടതാണ്. പിന്നെ ഡിസ്ക്ലെയിമറായിട്ട് കാര്യം പറയാനുണ്ട്, ഞാനൊരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് അല്ല. അതിനാൽ ബൈ റെക്കമെൻഡേഷനും സെൽ റെക്കമെൻഡേഷനും സ്വീകരിക്കുമ്പോൾ നമ്മുടെ ഫിനാൻഷ്യൽ അഡ്വൈസറിന് ശേഷം മാത്രം തീരുമാനമെടുക്കണമെന്ന് വിനീതമായിട്ട് ഓർമ്മപ്പെടുത്താണ്. പിന്നെ കുറേ ആളുകൾ കമൻറ്റ് ചെയ്ത് ചോദിക്കേണ്ട എക്സിറ്റ കോട്ടൺ സ്റ്റോക്ക്, നമ്മൾ പറഞ്ഞ സ്റ്റോക്ക് തന്നെയാണ് എക്സിറ്റ കോട്ടൺ. അതിപ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് എസ് എൽ ഹിറ്റായി. ഞാൻ ഓപ്പണായിട്ട് പറയുകയാണ്, SL ഹിറ്റായി. നിങ്ങൾക്കറിയാം നമ്മളൊരു സ്റ്റോക്കുകൾ ഒരു 10 സ്റ്റോക്ക് പറയുകയാണെങ്കിൽ അതിൽ 10 സ്റ്റോക്കും ടാർഗറ്റ് അടിക്കില്ലേ? കാരണം എന്താ പറയുക, നമ്മൾ ദൈവമൊന്നുമല്ലല്ലോ. അപ്പോൾ എന്നാലും നമുക്കും ചില പോരായ്മകളും പരിമിതികളും ഉണ്ട്, അത് ഞാൻ മനസ്സിലാക്കുന്നു. ഓക്കെ. അപ്പോൾ എക്സിറ്റ കോട്ടൺ എന്നുള്ളതിൽ നിങ്ങൾക്ക് നിങ്ങൾ സ്റ്റോക്ക് എടുത്തിട്ടുള്ള ആളുകൾക്ക് സ്റ്റോപ്പ് ലോസ് 24 ഹിറ്റായിട്ട് നിങ്ങൾ ദയവായിട്ട് ആ ലോസ് ബുക്ക് ചെയ്ത് മാറണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ ഈ ആഴ്ചയ്ക്കുള്ളിൽ തന്നെ ഞാൻ കഴിഞ്ഞ 3 മാസത്തിൽ ഞാൻ വീഡിയോ ചെയ്തതിലുള്ള സ്റ്റോക്കുകളുടെ പെർഫോമൻസ് എങ്ങനെയാണെന്ന് ഞാൻ ഈ ആഴ്ച തന്നെ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്താം. അതായത് നവംബർ, ഡിസംബർ, ജനുവരി കഴിഞ്ഞ 3 മാസം കൊണ്ട് ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത സ്റ്റോക്കുകളുടെ പെർഫോമൻസ് എങ്ങനെയാണെന്ന് അതിൽ കൃത്യമായിട്ട് പറയാം. അതിന് ശേഷം നിങ്ങൾ തീരുമാനം എടുത്താൽ മതി. നമ്മളൊരു 10 സ്റ്റോക്ക് പറഞ്ഞെങ്കിൽ നമുക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്. നമ്മൾ 10 സ്റ്റോക്ക് പറഞ്ഞാൽ അതിൽ 7-8 സ്റ്റോക്ക് പ്രോഫിറ്റിലെത്തും. അങ്ങനെ എത്താറുണ്ട്, അതാണ് ഹിസ്റ്ററി. പക്ഷേ 1-2 സ്റ്റോക്ക് നിർഭാഗ്യവശാൽ ചില സാങ്കേതിക കാരണങ്ങൾ സ്റ്റോപ്പ് ലോസ് അടിക്കാറുണ്ട്. ആ സ്റ്റോപ്പ് ലോസിന്റെ ഭാഗമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ എപ്പോഴും കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ എപ്പോഴും എല്ലാ വീഡിയോയിലും പറയാറുള്ളതാണ്, ഞാൻ റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾ ബോറടിപ്പിക്കാതിരിക്കാൻ വേണ്ടി പല വീഡിയോയിലും പറയാതിരിക്കുന്നത്. നിങ്ങളൊരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. സ്റ്റോക്കുകൾ അക്യുമുലേഷൻ ചെയ്യാൻ പറയുമ്പോൾ നിങ്ങളുടെ കയ്യിൽ എത്രയാണോ ക്യാപിറ്റൽ, ഉദാഹരണം 1 ലക്ഷം രൂപ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ ഞാൻ പറയുന്ന സ്റ്റോക്കുകളിൽ 1 ലക്ഷം രൂപ ക്യാപിറ്റൽ ഉള്ള ഒരാളാണെങ്കിൽ 10,000 രൂപ വെച്ചിട്ട്, അതായത് 10% വെച്ച്
മാത്രമാണ് ഈ സ്റ്റോക്കിലേക്ക് അലോക്കേഷൻ ചെയ്യേണ്ടതുള്ളൂ. ഇനി അടുത്ത ആഴ്ച വേറെ സ്റ്റോക്ക് പറയുമ്പോൾ ആ സ്റ്റോക്കിൽ വീണ്ടും 10% അലോക്കേഷൻ ചെയ്തോ. അതല്ലാതെ പൈസ കുറവുള്ള സ്റ്റോക്കാണെന്ന് കരുതിയിട്ട് നിങ്ങളുടെ കയ്യിൽ 1 ലക്ഷം രൂപയുണ്ട്, ഒരു 50,000 രൂപ സ്റ്റോക്കിൽ പൈസ ഇടുക. അക്സെറ്റ് ആകട്ടെ 30 രൂപ വിലയുള്ള സ്റ്റോക്കാണ്, ആ സ്റ്റോക്കിൽ ഒരു 50,000 രൂപ കൊണ്ട് ഇടുക. ഇനി 2,000 രൂപയുടെ സ്റ്റോക്ക് പറയുകയാണെങ്കിൽ നിങ്ങൾ അതിൽ കൃത്യമായിട്ട് ക്യാപിറ്റൽ അലോക്കേഷൻ നടത്തും. 2,000 രൂപ വെച്ചിട്ട് 5 സ്റ്റോക്ക് വാങ്ങിക്കും, 10,000 രൂപയ്ക്ക് 5 സ്റ്റോക്ക് വാങ്ങിച്ച് അവസാനിപ്പിക്കും. എന്നാൽ വെറും 30 രൂപ വില വരുന്ന സ്റ്റോക്ക് വരുമ്പോൾ നിങ്ങൾ 50,000 കൊണ്ട് ഡബ് ചെയ്യും. എന്നിട്ട് നിർഭാഗ്യവശാൽ ആ 30 രൂപയുടെ സ്റ്റോക്ക് സ്റ്റോപ്പ് ലോസ് അടിക്കും, ഈ 2,000 രൂപയുടെ സ്റ്റോക്ക് ടാർജറ്റ് അടിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഓവറോൾ നെറ്റ് ലോസ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ദയവായിട്ട് ഇനിയെങ്കിലും ശ്രദ്ധിക്കുക. നിങ്ങളെ മുന്നേ പാലിച്ചിരുന്ന ആളുകൾക്ക് ഓക്കെ കുഴപ്പമില്ല, ഇനിയെങ്കിലും ശ്രദ്ധിക്കുക. നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ക്യാപിറ്റൽ ചെറിയ സ്റ്റോക്ക് ആയാലും വലിയ എമൗണ്ടിൻ്റെ സ്റ്റോക്ക് ആയാലും നിങ്ങളുടെ ക്യാപിറ്റൽ എപ്പോഴും തുല്യമായിട്ട് എല്ലാ സ്റ്റോക്കിലേക്കും അലോക്കേഷൻ ചെയ്യണം. എന്നാൽ മാത്രമേ നമ്മൾ ലോങ് റണ്ണിൽ നമ്മൾ പ്രോഫിറ്റബിൾ ആയി മാറുള്ളൂ. ഒരു അഭ്യർത്ഥനയാണ്. അപ്പോൾ എല്ലാവരും തന്നെ ഈ സ്റ്റോക്കിലേക്കും ഞാൻ പറഞ്ഞ രീതിയിൽ 10% മാത്രം അലോക്കേഷൻ നടത്തണം. ഓക്കെ, ഇത്ര നേരം വീഡിയോ കണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു ബൈ ഓൾ.